ഹായ് കൂട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ഓൺലൈൻ തട്ടിപ്പുകൾ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. എത്ര തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളും മുൻകരുതലുകളും നൽകിയാലും ചിലരൊക്കെ ഇപ്പോഴും ഇതിന് ഇരയാവാറുണ്ട്. ഇപ്പോൾ ആധാറുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസുകളും വർദ്ധിച്ചു വരുന്നുണ്ട്. ആധാർ വിവരങ്ങൾ പലതരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനാൽ സർക്കാർ ആധാർ ഉടമകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖകളിലൊന്നായി ആധാർ കാർഡ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് ആധാർ കാർഡ് കൂടാതെ സർക്കാർ സേവനങ്ങൾ നേടിയെടുക്കുക പ്രയാസമുള്ള കാര്യം തന്നെയാണ്. സർക്കാരിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും തന്നെ ആധാർ കാർഡ് നിർബന്ധമായി കഴിഞ്ഞിരിക്കുന്നു. ഉപയോഗം പോലെ തന്നെ അതിൻ്റെ സുരക്ഷയും പ്രധാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ ആധാർ വളരെയധികം ശ്രദ്ധിച്ചുപയോഗിച്ചില്ലെങ്കിൽ ചെറിയൊരു അശ്രദ്ധ മതി വലിയ അപകടങ്ങൾ വരെ ഉണ്ടാവും. പലരും ഇതിൻ്റെ അപകട സാധ്യത മനസ്സിലാക്കാതെ ആധാറിനെ നിസ്സാരമായി കാണുകയാണ്. അത്തരം തെറ്റുകൾ സാമ്പത്തിക നഷ്ടം ഉൾപ്പെടെ ഗുരുതര പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. തട്ടിപ്പുകൾ ഒഴിവാക്കാൻ ആധാർ ഉപയോക്താക്കൾ ജാഗ്രത പാലിക്കണമെന്ന് സർക്കാർ തന്നെ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആധാറുമായും ബന്ധപ്പെട്ട തട്ടിപ്പുകൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്നതിനാലും ചോർന്ന വിവരങ്ങൾ പലതരത്തിൽ ദുരുപയോഗം ചെയ്യുന്നതിനാലുമാണ് ഈ നിർദ്ദേശം. UIDAI ഒരിക്കലും കോളുകളിലൂടെയോ സന്ദേശങ്ങളിലൂടെയോ OTP ആവശ്യപ്പെടുകയോ ആധാർ നമ്പർ ആവശ്യപ്പെടുകയോ ചെയ്യില്ല. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതും വിശദാംശങ്ങൾ നൽകുന്നതും ഒരുപോലെ തട്ടിപ്പിനിരയാക്കിയേക്കാം. ബാങ്ക് തട്ടിപ്പ്, വ്യാജ സിം കാർഡുകൾ, തിരിച്ചറിയൽ രേഖകൾ മോഷ്ടിക്കൽ അല്ലെങ്കിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ദുരുപയോഗം ചെയ്യൽ എന്നിവയിലേക്കും നയിച്ചേക്കാം. പ്രധാനമായും ഈ തെറ്റുകൾ ഒരാളുടെ ബാങ്ക് അക്കൗണ്ട് വരെ കാലിയാക്കിയേക്കാം. ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അവരുടെ ആധാർ നമ്പറുകൾ ഷെയർ ചെയ്യുന്നതാണ്. കടകൾ, ഹോട്ടലുകൾ, സൈബർ കഫേ എന്നിവിടങ്ങളിൽ വരെ ആധാറിൻ്റെ കോപ്പി നൽകുന്നവരുമുണ്ട്. എന്തെങ്കിലും ആവശ്യത്തിന് എവിടെയെങ്കിലും പോയാൽ ആളുകൾ അങ്ങോട്ട് ചോദിക്കാറുണ്ട് ആധാറിൻ്റെ കോപ്പി വേണമോ എന്ന്. അത്രയും ലാഘവത്തോടെയാണ് ആധാറിനെ കാണുന്നത്. അജ്ഞാത വെബ്സൈറ്റുകളിൽ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നവരും ചുരുക്കമല്ല. ആധാർ വളരെ സെൻസിറ്റീവായ ഒരു രേഖയാണ്. അതെപ്പോഴും ഓർത്തുകൊള്ളണം. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇത് കൈകാര്യം ചെയ്യാൻ. വിശ്വസനീയവും അത്യാവശ്യവുമായ സ്ഥാപനങ്ങളിൽ മാത്രമേ പങ്കിടാൻ പാടുള്ളൂ. വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുന്നതിനോ സിം കാർഡുകൾ നേടുന്നതിനോ സർക്കാർ പദ്ധതികൾ തെറ്റായി അവകാശപ്പെടുന്നതിനോ ദുരുപയോഗം ചെയ്യപ്പെടാമെന്നതിനാൽ ആധാറിൻ്റെ കോപ്പികൾ നൽകുന്നത് അപകടകരമാണ് എന്നതാണ് പ്രധാന നിർദ്ദേശം. അതിനാൽ തന്നെ സാധ്യമാകുമ്പോഴൊക്കെയും പകർപ്പിന് പകരം മാസ്ക്ഡ് ആധാർ ഉപയോഗിക്കണം. എന്താണ് ഈ മാസ്ക്ഡ് ആധാർ എന്ന് നോക്കിയാലോ? മാസ്ക് ചെയ്ത ആധാർ കാർഡ് ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ UIDAI നൽകുന്നൊരു ഫീച്ചറാണ്. ഇതിൽ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആധാറിലെ 12 അക്ക നമ്പറുകളിൽ ആദ്യത്തെ 8 അക്കങ്ങൾ X എന്ന് മാർക്ക് ചെയ്യുകയും അവസാനത്തെ 4 അക്കങ്ങൾ മാത്രം കാണിക്കുകയും ചെയ്യും. ഇത് UIDAI വെബ്സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ സുരക്ഷിതമാക്കാൻ സഹായിക്കുന്നു. ഇനി മറ്റൊരു പ്രധാന അപകടം വ്യാജ കോളുകളിൽ നിന്നും മെസ്സേജുകളിൽ നിന്നുമാണ്. ഉയർന്ന ഉദ്യോഗസ്ഥരായി നടിച്ച് ആധാർ നമ്പറുകളോ OTPയോ ആവശ്യപ്പെടുന്നത് ഇതിപ്പോഴും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. UIDAI ഒരിക്കലും കോളുകളിലൂടെയോ സന്ദേശങ്ങളിലൂടെയോ ആധാർ നമ്പറുകളോ OTPയോ ആവശ്യപ്പെടാറില്ല എന്നത് എപ്പോഴും ഓർക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്.